പ്രിയപ്പെട്ട മിത്രങ്ങളെ, ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ മഹാസമാധി ദിന സ്മരണയിലാണ്. ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ളതായ പല പ്രത്യേക ദിവസങ്ങളൊക്കെ വന്ന് സംഭവിക്കും. ആ ദിവസങ്ങളൊക്കെ നമുക്ക് പുണ്യദിനങ്ങളാണ്. ഗുരുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുത്വത്തെ ധ്യാനിക്കുക എന്നാണ് അർത്ഥം. ഗുരുത്വം എന്ന് പറയുമ്പോൾ അതിന് ഒരു സർവ്വവ്യാപകതയുണ്ട്. ഗുരു എന്ന് പറയുമ്പോൾ പരമ്പൊരുളിൻ്റെ ഒരു പേഴ്സോണിഫൈഡ് ഫോമാണ്. അവിടെ ഒരു മനുഷ്യാകാരമുണ്ട് എന്ന് പറഞ്ഞാൽ അമൂർത്തമായിരിക്കുന്നതായ ആ പൊരുൾ വടിവാർന്നിരിക്കുന്നു, നമ്മുടെ മുന്നിൽ ആവിർഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചതയദിനം ആഘോഷിച്ചു. അത് ഗുരു നമ്മുടെ ഇടയിൽ ആവിർഭവിച്ച ദിവസമാണ്. ഇപ്പോൾ നമ്മുടെ സ്മരണകൾ കടന്നു പോകുന്നത് ആ മനുഷ്യാകാരത്തിന് തിരോഭാവം ഉണ്ടായിരിക്കുന്നു. എങ്കിലും ഈ ആവിർഭവിക്കലും തിരോഭവിക്കലുമൊക്കെ വെറും പ്രാതിഭാസികം മാത്രമാണ്. ഒരുപക്ഷെ അന്ന് എത്രമാത്രം ഗുരു ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകക്രമത്തെ തിരുത്തുന്ന തരത്തിലുള്ള സ്വാധീന ശക്തിയാണ് ഇപ്പോൾ ഗുരുവിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ എല്ലാ കൃതികളും വ്യാഖ്യാനങ്ങളും ഒക്കെ തന്നെ ഇന്ന് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ പോയാലും ചിലപ്പോഴൊക്കെ യാദൃശ്ചികം എന്നോണം ഭാരതത്തെ പ്രതിനിധീകരിച്ച് പോകുന്ന പല മഹത്വക്കളും മിക്കവാറും നാരായണ ഗുരുവിൻ്റെ ഒരു ദർശനം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് അതിന് കാരണം? ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് സാർവലൗകിക പ്രധാനമാണ്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും പ്രസക്തമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന് ശ്രൗതലക്ഷണമുണ്ട്. ഒരു കാലത്തും ഇഴിവില്ലാതെ വർത്തിക്കുന്നതായ സത്യത്തെ സംബന്ധിച്ച് പറയുന്നതായ ഗുരുക്കന്മാരുടെ വാമൊഴികൾ അത് അനശ്വരമാണ്, അത് അമൃതമാണ്, അത് എന്നും നിലകൊള്ളുന്നു. അങ്ങനെ കാലത്തിനും ദേശത്തിനും പിടിച്ചു നിർത്താൻ പറ്റാത്ത മാതിരിയുള്ളതായ തൻ്റെ ആനുഭൂതികതയെ വാഗ്മയമാക്കുമ്പോൾ അത് മനുഷ്യരാശിയെ ആകവെ പുലുകുന്നതാണ്. നടരാജഗുരു തൻ്റെ ഗുരുവിനെ പറ്റി പറയുമ്പോൾ ഗുരു പറയുന്നു, ഇതിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുമ്പോൾ നടരാജഗുരു പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ ആകവെയുള്ള മനുഷ്യവർഗത്തിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏകപരിഹാരം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്നത്തെ സാമൂഹ്യ ക്രമത്തിൽ മനുഷ്യരാശിയെ പരിശോധിക്കുമ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ അതിന് കാരണം? ലോകത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ അവരുടെ ചെറിയ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ വിലയിരുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ്.
സദാസമയവും നമ്മുടെ അറിവിനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രോസസ്സിൽ നാം ഏർപ്പെടേണ്ടതാണ്. നമുക്ക് മനുഷ്യാകാരമുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ മനനം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്ന് പറയുന്നത് പോലെയല്ല. അതിനേക്കാൾ ഉപരി ഉള്ളതായ ഒരു വിചാര തലമാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ഗുരുക്കന്മാരുടെ വാക്കുകളെ ധ്യാനപരമായി സമീപിക്കുമ്പോഴാണ് മനനം സംഭവിക്കുന്നത്. ഗുരു നിത്യ പറയുമായിരുന്നു, ഇത് പെട്ടെന്ന് വഴങ്ങിത്തരുന്നതല്ല, നമ്മളുടെ ബുദ്ധിക്ക് വഴങ്ങിത്തരുന്നതല്ല. എന്താണ് കാരണം? നമ്മളുടെ ബുദ്ധി ലൗകികമായ വിഷയങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജാഗ്രതയിലായാലും കൊള്ളാം, സ്വപ്നത്തിലായാലും കൊള്ളാം, സുഷുപ്തിയിലാണെങ്കിലും കൊള്ളാം, ഒരു ശാന്തിധാമത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു ബുദ്ധിയെ വെച്ചുകൊണ്ട് ഗുരുക്കന്മാരുടെ വാക്കുകളെ സമീപിക്കുമ്പോൾ അത് പെട്ടെന്ന് വഴങ്ങിത്തരണമെന്നില്ല. അതുകൊണ്ട് ഗുരു പറയുന്നു, നിങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ മനനം ചെയ്ത് ധ്യാനിക്കണം. ഒരു പുസ്തകം വായിച്ച് തീർക്കാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഗുരുക്കന്മാരുടെ ജീവഗന്ധിയായിരിക്കുന്നതായ വാക്കുകൾ അത് സത്യത്തെ സംബന്ധിച്ചുള്ളതാണ്. സത്യത്തെ സംബന്ധിച്ചുള്ളതായ വാക്കുകളെ വെറുതെ വായിച്ച് വിടുവാനുള്ളതല്ല. പഠനം നടത്തണം, വിചാരം ചെയ്യണം, മനനം ചെയ്യണം, അതിനെ ധ്യാനഗമ്യമാക്കി തീർക്കണം. കാരണം ഈ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആ അർത്ഥം നമ്മുടെ ആത്മാംശമായി തീരണ്ടേ? ആത്മാംശമായി തീരുമ്പോഴാണ് ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ആന്തരികമായ മാറ്റമെന്ന് പറയുന്നത് വിപ്ലവാത്മകമായ മാറ്റമാണ്. അതൊരു റെവല്യൂഷനാണ്. അത് ആന്തരികമായ മാറ്റമാണ്. നാണുവിൽ നിന്നും നാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് അത് പൊടുന്നിനെയാണ്. അത് ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചതാണ്. പിന്നീട് കാലക്രമത്തിൽ അത് കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തതല്ലേ. കാരണം എന്താണ്? അറിവ് സംഭവിക്കുന്നത് പൊടുന്നിനെയാണ്, സാവധാനമല്ല. നമ്മൾ ഒരു ട്യൂബ് തെളിയിക്കണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അത് അപ്പോൾ തന്നെ കത്തുന്നുണ്ട്, പിന്നീടല്ല കത്തുന്നത്. ഇതിനെല്ലാത്തിനും പ്രകാശം ആയിരിക്കുന്നതായ പ്രകാശം, അതിന് പിന്നെ സമയം വേണോ പ്രകാശിക്കാൻ? വേണ്ടല്ലോ. അതുകൊണ്ട് തൻ്റെ ഉള്ളിൽ അറിവ് പ്രകടമാകുന്നത്, വെളിവാകുന്നത് പൊടുന്നിനെയാണ്, സാവധാനമല്ല. അതേസമയം ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അത് സാവകാശമേ പറ്റൂ. ഗുരുവിൻ്റെ ഏതൊരു കൃതികളും നമുക്ക് തെറ്റുകൂടാതെ ഒന്ന് വായിക്കണമെങ്കിൽ തന്നെ, ഒന്ന് പാരായണം ചെയ്യണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ വത്സേട്ടനോട് പറയുണ്ടായി, ഇന്നലെ ഞങ്ങൾ വിശാഖഷഷ്ടിയും അറിവ് എന്ന കൃതി ഒക്കെ വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, വൈകുന്നേരം, മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒക്കെ വായിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഈ വാക്കുകൾ വരുന്നത്? ഗുരുവിൻ്റെ മേധയിലൂടെ ഈ വാക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് വെറും ഒരു സാഹിത്യകാരനാണോ ഗുരു? ഗുരു സാഹിത്യകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സാഹിത്യകാരന്മാർക്കും സാഹിത്യകാരനായിരിക്കുന്നതാണ് ഗുരു. ഇപ്പോൾ സാഹിത്യകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും സാഹിത്യകാരൻ തന്നെ. പക്ഷേ ഗുരു സാഹിത്യകാരൻ മാത്രമല്ല. ഗുരുവിൻ്റെ തൂലിക തുമ്പിലേക്ക് വാക്കുകൾ വന്ന്
നടനം ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാണഭട്ടൻ ഒരു കൃതി എഴുതിയിട്ടുണ്ട്, കാദംബരി എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബാണഭട്ടൻ്റെ വരികൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒരു വരി അവസാനിക്കുന്നത് ഒരു പാരഗ്രാഫോ 2 പാരഗ്രാഫൊക്കെ ചേരുമ്പോൾ ഭാഷ തത്തിക്കളിക്കുകയാണ്. ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ കൈപിടിച്ച് എഴുതിപ്പിച്ചത് ആരായിരിക്കണം? ചിലപ്പോൾ സരസ്വതി ദേവി തന്നെ വന്ന് കൈപിടിച്ച് എഴുതിച്ചതാണോ എന്ന് തോന്നുമാറ് വാക്കുകൾ വന്നിട്ട് എന്നെ എടുക്കൂ എന്ന് പറയുന്ന പോലെയാണ്. മുന്നിൽ വന്ന് നിറഞ്ഞ് തുളുമ്പുകയാണ്. ഈ വാക്കുകളൊന്നും ഗുരു വെറുതെ ഉപയോഗിച്ചതല്ല. താൻ അനുഭവിച്ച തൻ്റെ ആനുഭൂതികതയെ വാഗ്മയമാക്കുമ്പോൾ അത് എത്രമാത്രം ഭദ്രമായിരുന്നു എന്നുള്ളതാണ്. നടരാജ ഗുരു പറയുമല്ലോ, ഗുരു ഒരിക്കലും വീൺവാക്കുകൾ പറയുമായിരുന്നില്ല. നാരായണ ഗുരു വീൺവാക്കുകൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്ങും പറഞ്ഞിട്ടില്ല. നടരാജഗുരുവിനെ സംബന്ധിച്ച് നിത്യചൈതന്യ ഗുരുവും ഇത് തന്നെ പറയുന്നു, നടരാജഗുരു ഒരിക്കലും വീൺവാക്കുകൾ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഗുരു പറയുന്നു, എനിക്ക് 1000 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നടരാജഗുരു. 1000 ചോദ്യങ്ങളുടെ ഉത്തരം. നടരാജഗുരു നാരായണ ഗുരുവിനെ പറ്റി പറയുമ്പോഴും ഇതുവരെയുള്ള ജഗദ്ഗുരുക്കന്മാർക്കും ഇനി വരുവാൻ പോകുന്ന ജഗദ്ഗുരുക്കന്മാർക്കും നാരായണ ഗുരു ഉത്തമമായ മാതൃകയാണ് എന്നാണ്. വെറുതെ പറഞ്ഞതല്ലല്ലോ, തൻ്റെ ഗുരുവായതുകൊണ്ട് കുറച്ച് കയറ്റി പറഞ്ഞു കളയാം എന്നുള്ളൊരു മിഥ്യാഭിമാനം വെച്ചുകൊണ്ടല്ല നടരാജഗുരു പറഞ്ഞത്. അങ്ങേയറ്റത്തെ വിദ്യാഭ്യാസ വിശിക്ഷണനും ശാസ്ത്രജ്ഞനും ആയിരുന്ന നടരാജഗുരു ഭാരതീയ ദർശനശാസ്ത്രങ്ങളിലുള്ളതായ അഗാധമായ അവബോധം ഇതെല്ലാം വെച്ചുകൊണ്ട് പാശ്ചാത്യ ദർശനങ്ങളിൽ നേടിയ ഗുരു തൻ്റെ ഗുരുവിനെ ലോകത്ത് അവതരിപ്പിക്കുമ്പോൾ അത് അനവദ്യമായിരിക്കണമെന്ന് നടരാജഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. കുറ്റമറ്റതായിരിക്കണം. അതുകൊണ്ട് അതിനോടും പാവം നെയ്യുമ്പോൾ വളരെ കൃത്യതയുണ്ടായിരുന്നു, നിഷ്കൃഷ്ടതയുണ്ടായിരുന്നു. ഐ ആം ദ മാൻ ഓഫ് സയൻസ്. ശാസ്ത്രയുഗത്തിലെ ആളുകളോടാണ് നടരാജഗുരു സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നാരായണ ഗുരു എങ്ങനെയാണ് ജഗദ്ഗുരുവായിരുന്നത്? വെറുതെ ആയിരുന്നില്ല. ഒരുപക്ഷെ ബാദരായണന് ശേഷം, ശങ്കരന് ശേഷം ഭാരതീയ ദർശനത്തെ ശരിക്കും പറഞ്ഞാൽ സൂത്രലക്ഷണത്തോടുകൂടി നാരായണ ഗുരുവിന് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കണ്ടെത്തിയ, അത് മനസ്സിലാക്കിയ നടരാജഗുരു മനുഷ്യമേധയുടെ ഏത് വളർച്ചയ്ക്കും, ഇതുവരെയുള്ളതായ ഏത് വളർച്ചയ്ക്കും യോജിക്കുന്ന തരത്തിൽ കൃത്യതയോടുകൂടി പഠിച്ച് അവതരിപ്പിച്ചപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഊനമറ്റ സ്ഥാനം ദാർശനിക മേഖലയിൽ എവിടെയാണ് ജാജ്വല്യമാനമായിട്ടിരിക്കുന്നത് എന്ന് ഏതൊരു സത്യജിജ്ഞാസുവിനും കണ്ടെത്തുവാൻ കഴിയുന്ന തരത്തിലാണ്. ഭാരതീയ ദാർശനികതയെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഷഡ്ദർശനങ്ങളിൽ അവസാനം വരുന്നതായ വേദാന്ത ദർശനം പൊതുവെ അറിവിൻ്റെ ശാസ്ത്രമാണ്, അല്ലേ? അറിവാണല്ലോ. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. വേദാന്തഃ, വേദത്തെ അന്തഃ നിർണയിക്കുന്നു. വേദത്തെ നിർണയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അറിവിൻ്റെ നവനീതം. പാല് തൈരാക്കി തൈര് കടയുമ്പോൾ എങ്ങനെയാണോ വെണ്ണ രൂപപ്പെട്ട് വരുന്നത്, അതുപോലെ വേദങ്ങളെ നിർണയിച്ചപ്പോൾ കിട്ടിയതാണ് വേദാന്തം. ആ വേദാന്തം എന്ന് പറയുന്നത് അറിവിൻ്റെ സമഗ്രതയാണ്. ആ സമഗ്രമായിരിക്കുന്ന അറിവ്, ഭാരതീയ വേദാന്ത ശാസ്ത്രമെന്ന് ഉദ്ഘോഷിക്കുവാൻ കഴിയുന്ന വേദാന്ത ദർശനത്തെ ബാദരായണന് ശേഷം, ശങ്കരന് ശേഷം നാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ അറിവിൻ്റെ ലോകം ഒരു പുതിയ മാനം കാണുകയാണ്. സത്യമല്ലേ?
പരിശോധിച്ച് നോക്കണ്ടേ? നാരായണ ഗുരു അതിന് പ്രത്യേകമായ ഒരു കൃതി തന്നെ രചിക്കുകയുണ്ടായി. എല്ലാ കൃതികളും അറിവിനെ സംബന്ധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വിനായകാഷ്ടകം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുരുവിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ളതായ കൃതിയാണെന്നും അത് ലളിതമാണെന്നുമൊക്കെ പലരും പറയുമ്പോൾ വിനായകാഷ്ടകത്തിലെ 4 വരിയിലെ ആദ്യത്തെ ഒരു പദം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കുവാൻ പ്രയാസപ്പെടുന്നത് എത്രമാത്രമാണ് എന്ന് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒക്കെ അറിയാം. അങ്ങനെ ഗുരുവിൻ്റെ ഏത് കൃതി എടുത്താലും ശരി, അത് സ്തോത്രകൃതിയായാലും ശരി, ഉപദേശസാരങ്ങൾ അടങ്ങിയിട്ടുള്ളതായ പ്രബോധനാത്മകമായിട്ടുള്ള കൃതികളാണെങ്കിലും ശരി, ദാർശനിക കൃതികളാണെങ്കിലും ശരി, അതിലെല്ലാം ശൈവരസം തുളുമ്പി നിൽക്കുമ്പോഴും അറിവിൻ്റെ ഒരു സുതാര്യമായിട്ടുള്ളതായ ഒരു സ്വരൂപം നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പോലും അതൊന്നും പോരാഞ്ഞ് ഗുരു അറിവ് എന്നൊരു കൃതി തന്നെ രചിച്ചു വച്ചിരിക്കുന്നു. ഫിലോസഫിയിൽ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നൊരു സെഷൻ തന്നെയുണ്ട്. അതെങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണത് ആയിരിക്കേണ്ടത് എന്ന് ലോകത്തിന് കൊടുക്കുന്നതായ ഒരു ഉപദേശവുമാണ് ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ ഈ കൃതി. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങും പോകേണ്ടതില്ല. നമ്മുടെ ഇടയിൽ തന്നെ വന്ന് ജനിച്ച് തപം ചെയ്ത് ജീവിതകാലം മുഴുവനും സാരോപദേശങ്ങളെ കൊണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സഞ്ചരിച്ച് ഏകാന്തനായി നടന്ന ആ ഗുരു ഇതെല്ലാം തന്നില്ലേ നമുക്ക്? നമുക്കിതിനു വേണ്ടി എവിടെയെങ്കിലും പോയി അലയേണ്ടതുണ്ടോ? എങ്ങും പോയി അലയേണ്ടതില്ല. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാ ദിവസവും രാവിലെയുമോ വൈകുന്നേരമോ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പാരായണം ചെയ്ത് വ്യാഖ്യാന കൃതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഗുരുവിൻ്റെ കൃതികൾ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളതായ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും എടുത്തു വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി വായിച്ചാൽ മതി, മനനം ചെയ്താൽ മതി. വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. കാരണം അറിവിനെ ഉപാസിക്കുമ്പോഴാണ് നമുക്ക് ഒരു വൃദ്ധി ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? അറിവിന് അനന്തശക്തിയുണ്ട്. നമ്മൾക്ക് യാതൊരു ശക്തിയുമില്ല, അവശതയാണ്. എന്താണ് ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. പക്ഷേ തൻ്റെ വശത്തല്ല, അവശതയാണുള്ളത്. അവശത മാറണമെങ്കിൽ എന്ത് വേണം? അവശതയില്ലാത്തതിനെ പുൽകണം. അവശതയില്ലാത്തത് എവിടെ ഇരിക്കുന്നു? അത് ഗുരുക്കന്മാരുടെ അടുത്തല്ലാതെ എവിടെ ഇരിക്കുക? സുതാര്യമായ നിഷ്കളമായ അറിവ്, യാതൊരു കലർപ്പുമില്ല. കലർപ്പില്ലാത്ത ആ അറിവ് അത് അൺകണ്ടീഷണലാണ്, അത് നിരുപാധികമാണ്. ആ നിരുപാധികമായ ആ അറിവിനെ ഉപാസിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിൽ ഒരു നിരുപാധികത്വം സ്വാഭാവികമായി വളർന്നു വരും. തനിക്ക് തൻ്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നതായ ഒരു തൻ്റെ ഇടം, ആ തൻ്റെ ഇടം നമുക്കുണ്ടാവുന്നു. തൻ്റേതായ ഇടം കണ്ടെത്തുന്നവനാണ് തൻ്റേടി. തൻ്റേതായ ഇടം എവിടെയാണ് കണ്ടെത്തുക? ബാഹ്യത്തിലല്ല, തൻ്റെ അന്തസത്തയിലാണ്. താനായിട്ടിരിക്കുക. ഒരിക്കൽ പോലും മറ്റൊരാളെ കണ്ടുകൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ തന്നെ അതിനോട് കമ്പയർ ചെയ്തുകൊണ്ടോ താരതമ്യപ്പെടുത്തിക്കൊണ്ടോ അല്ല ജീവിക്കേണ്ടത്. തന്നോട് തന്നെ ചേർന്ന് നിൽക്കത്തക്ക തരത്തിലുള്ളതായ അവബോധം ജനിപ്പിച്ച് ഉള്ളതായ അവബോധത്തെ സാധനകളിലൂടെ വളർത്തിയെടുത്ത് താനായി ജീവിക്കുമ്പോഴാണ് തൻ്റെ സ്വത്വബോധത്തെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുകയുള്ളൂ. അവിടെ സാധകന് ഉപരതി ഉണ്ടാകുന്നു. ഉപരതി എന്ന് പറഞ്ഞാൽ മേലെ ഉയർന്നു നിൽക്കുവാൻ കഴിയുക. നമ്മൾ താഴെയല്ല നിൽക്കേണ്ടത്, നമ്മൾ ഉയർന്നു തന്നെയാണ് നിൽക്കേണ്ടത്. നമ്മൾ ഉയർന്നു തന്നെയാണ് വരേണ്ടത്. ഉജ്ജ്വലിക്കും കരുവിന്
കരു എന്ന് പറഞ്ഞാൽ ഗുരു ആത്മോപദേശ ശതകത്തിൽ ഉപയോഗിക്കുമ്പോൾ പരമ്പൊരുളിൻ്റെ തികച്ചും ഒരു ഗ്രാമ്യ ഭാഷ ഗുരു ഉപയോഗിക്കുകയാണ്. പരമ്പൊരുൾ എന്ന് പറയുമ്പോൾ, പരമമായ സത്യം എന്ന് പറയുമ്പോൾ, സച്ചിദാനന്ദം എന്നൊക്കെ പറയുമ്പോഴും ഗുരുവിൻ്റെ പ്രൗഢഗംഭീരമായ ആത്മോപദേശ ശതകത്തിൽ ഗുരു ഉപയോഗിക്കുന്ന വാക്ക് കരു എന്നാണ്. ഇത്ര ലളിതമാണ്. വാക്ക് കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് അതിൻ്റെ അപരിമേയത ബോധ്യപ്പെടുന്നത്. ആ കരു ഉജ്ജ്വലിക്കുന്നതാണ്. ഉജ്ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത് മേലോട്ടാണ്. നമ്മളിവിടെ ഹോമം ചെയ്തപ്പോൾ അഗ്നി ജ്വലിച്ചത് മേലോട്ടാണ്, കീഴോട്ടല്ലല്ലോ. ആ അറിവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഈ പ്രത്യക്ഷത്തിൽ കാണാവുന്ന ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഗ്നിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ഉജ്ജ്വലനമുണ്ട്. പരമായ അറിവിനും ഈ ഉജ്ജ്വലനമുണ്ട്. അഗ്നി ഉപാസനയിലൂടെ ഒരു സാധകൻ ഉജ്ജ്വലിക്കുമ്പോൾ ഈ അഗ്നിക്ക് കാരണമായിരിക്കുന്നതായ അദൃഷ്ടമായിരിക്കുന്നതായ പൊരുളാണ് പരമമായ അറിവ്. അത് ഉജ്ജ്വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നു. ഫീനക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വരുവാൻ കഴിയണം. കഴിയത്തക്ക തരത്തിൽ ഗുരുക്കന്മാരെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. സമാധാനം വെളിയിൽ പോയാൽ കിട്ടുന്നതല്ലല്ലോ. ബാഹ്യാനാലംബനം, ബാഹ്യത്തെ അവലംബിക്കാതെ താൻ തന്നെ തന്നെ അവലംബിച്ചുകൊണ്ട് ഗുരുക്കന്മാരിൽ നിന്നും ശ്രവിക്കുവാനിടയായിട്ടുള്ളതായ വാക്കുകളെ മനനം ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ വെളിപ്പെട്ട് കിട്ടുന്നത് ജീവിതത്തിൻ്റെ പൊരുളാണ്. ആ ബുദ്ധി ഏത് തരത്തിലുള്ളതാണ്? ശുദ്ധമാണ്. ശുദ്ധമായിട്ടുള്ളതായ ആ ബുദ്ധിയിൽ നാം നമ്മെ തന്നെ ആസ്ഥാപനം ചെയ്യണം എന്നാണ്. ആ ബുദ്ധി ഏത് തരത്തിലുള്ളതാണ്? അത് ബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെയുള്ളതായ ആ ബുദ്ധിയെ, അങ്ങനെയുള്ളതായ സമ്യകാസ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവത തത്സമാധാനം ഇത്യുക്തം നതു ചിത്തസ്യ ലാളനം. ആ ബുദ്ധിയെ തന്നെ തന്നെ ശുദ്ധമായിട്ടുള്ളതായ ആ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുമ്പോൾ, പ്രതിഷ്ഠിതമായിട്ടിരിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകുന്നു എന്നാണ്. അല്ലാതെ സമാധാനം ഉണ്ടാകുന്നതല്ല. ശാശ്വതമായ സമാധാനം, ആത്യന്തികമായ സമാധാനം. അപ്പോൾ നമുക്കുണ്ടാകുന്നതായ ഒരു സ്വരൂപ ലക്ഷണമുണ്ട്, അത് ഉപരതിയാണ്. ഇങ്ങനെ ഈ ഉപരതി പ്രക്രിയ സദാസമയവും ഉണ്ടാകത്തക്ക തരത്തിലുള്ളതായ ഒരു സാധനാ പദ്ധതി നമുക്ക് ആവശ്യമാണ്. ജീവിതത്തെ ധ്യാനപരമായ നിമിഷങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. നാരായണഗുരു ചെയ്ത അതാണ്. നാരായണഗുരു ആദ്യം പോയിട്ട് കൃതികൾ എഴുതുകയല്ല ചെയ്തത്, ആണോ? ഗുരു ആദ്യം പോയത് ഗുഹയിലേക്കാണ്. മരുത്വാമലയിലും കൊടിതൂക്കി മലയിലുമുള്ള ഗുഹകളിലേക്കാണ് പോയിരുന്നത്. വിജനമായ സ്ഥലങ്ങളിൽ, ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിൽ. മറ്റ് നമ്മൾ ക്ഷുദ്രജീവികളെന്നൊക്കെ പറയുന്നതായ ജീവികൾ, കടുവയും പുലിയും പാമ്പും ഒക്കെയുള്ള ആ ഇടത്ത് ശാന്തനായിരുന്ന്, അവിടെ ശാന്തനായിട്ടാണ് ഇരുന്നത്. ഗുരുവിന് അശാന്തി ഉണ്ടായിരുന്നുവെങ്കിൽ കടുവ പിടിച്ച് തിന്നേന്, പാമ്പ് വെറുതെ വിടുകയില്ല. അപ്പം ഏത് ക്ഷുദ്രജീവികളാണെങ്കിൽ പോലും അവർ ശാന്തരായിരിക്കത്തക്ക തരത്തിലുള്ളതായ ശാന്തി ഗുരുവിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരുക്കന്മാരിയ്ക്കുന്ന ഇടം ശാന്തിയുള്ളതായിത്തീരുന്നു. അവിടെ ഗുരു സദാസ്വമയവും ധ്യാനനിരതനായിട്ടാണ് ഇരുന്നത്. എത്രയോ വർഷങ്ങൾ അറിയേണ്ടതിനെ അറിഞ്ഞതിന് ശേഷമാണ് വെളിയിലേക്ക് വന്നത്. മൗനിയായിരുന്നു. ചട്ടമ്പി സ്വാമികൾ നാണു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ ചെന്നപ്പോൾ നാണു മൗനിയായിരുന്നു. ചട്ടമ്പി സ്വാമികൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ചട്ടമ്പി സ്വാമികളും സർവകലാവല്ലഭനാണ്.
സിദ്ധനാണ്, മഹാമുനിയാണ്, നാണുവിനെ തിരിച്ചറിഞ്ഞ ആളാണ്. അപ്പോൾ അവിടെ ആ മൗനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ടിരിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരുപക്ഷേ നമ്മുടെ ചുണ്ടുകൾ അടഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും, ജിഹ്വ അനങ്ങാതെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ മനസ്സ് വെറുതെ ഇരിക്കുന്നില്ല. മനസ്സെപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ മൗനമില്ല. മൗനമുണ്ടാകണമെങ്കിൽ മനസ്സടങ്ങണം. എങ്ങനെയാണ് മനസ്സിനെ അടക്കുക? അടക്കി വെച്ചാൽ അടങ്ങുമോ? നമ്മളൊന്ന് അടക്കാൻ ശ്രമിക്കുമ്പോൾ അത് 10 ഇരട്ടി ശക്തിയോടുകൂടി തള്ളി വരും. കാരണം ജീവൻ്റെ ചോദനയിൽ വാസനകൾ പ്രവർത്തിക്കുന്നത് അത്രയ്ക്ക് ശക്തമായിട്ടാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ചു വന്നിട്ടുള്ളതായ വാസനകൾ അത്രയ്ക്ക് ശക്തമാണ്. എൻ്റെ ഒരു ഗുരു തിരുവണ്ണാമലയിലിരിക്കുന്ന ഒരു അപ്പര് പറയും, സോപ്പിൻ്റെ വാസന കഴുകിയാൽ പോവോ? പോവില്ല. ഇതുപോലെ നമ്മൾ കുളിച്ചാലൊന്നും ഈ വാസന പോവില്ല. വാസന പോകണമെങ്കിൽ തപസ് ചെയ്യണം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നാരായണഗുരു എങ്ങനെയാണ് ഈ അറിവ് ആർജിച്ചത്? ഈ അറിവ് പ്രകടമായി തീർന്നു ആ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഋഷിയായി ഭവിച്ചു എന്നർത്ഥം. ഋക്കിൻ്റെ പൊരുളറിയുവാനുള്ള തപോധരിതമായ ജീവിതം, അതിന് യോഗ്യത സംഭവിച്ചപ്പോൾ ആ അറിവ് ഹർഷിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മളിവിടെ ഈ ഹോമം ചെയ്തതിന് ശേഷം തീർത്ഥജലം എല്ലാവരിലും ഹർഷിച്ചില്ലേ? അതൊരു പ്രതീകം മാത്രമാണ്. എന്താണ് ആ ഹർഷിക്കലിൻ്റെ പരമമായ ലക്ഷ്യം? പരമമായിരിക്കുന്നതായ അറിവിൻ്റെ ഹർഷിക്കലാണ് സംഭവിക്കേണ്ടത്. അതിൻ്റെ പ്രതീകം എന്നോണം തീർത്ഥജലം തളിക്കുന്നതാണ്. ഹർഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നർത്ഥം. പരമമായ അറിവ് വന്ന് പ്രാപിക്കുന്നു. ബുദ്ധിപരമായി ചിന്തിച്ചും പഠിച്ചും അനലൈസ് ചെയ്തിട്ടുമല്ല ആ അറിവ് സംഭവിക്കുന്നത്. ബുദ്ധിപരമായി ചിന്തിച്ചും അനലൈസ് ചെയ്തും പഠിക്കുന്നത് ശാസ്ത്രപഠനമാണ്. പരമമായ അറിവല്ല അതിൽ നിന്ന് ലഭിക്കുന്നത്. പരമമായ അറിവ് സംഭവിക്കണമെങ്കിൽ അതിന് നാം വിധേയനായി കൊടുക്കണം. ചന്ദ്രൻ സൂര്യന് വിധേയമാകുമ്പോഴാണ് ആ പ്രകാശം പരക്കുന്നത്. തിരിഞ്ഞു നിന്നാൽ ആ പ്രകാശം ലഭ്യമല്ല. അതുകൊണ്ട് അറിവിനോട് ആഭിമുഖ്യമുണ്ടായിരിക്കണം. അറിവിനോട് ആഭിമുഖ്യമുണ്ടായിരിക്കത്തക്ക തരത്തിൽ വിധേയനായിട്ടിരിക്കുമ്പോൾ ഈ അറിവ് ഹർഷിക്കപ്പെടുന്നു. അതിന് വിധേയനായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? കർത്തൃത്വം ഉണ്ടായിരിക്കാൻ പാടില്ല, അഹങ്കാരം പാടില്ല. അഹങ്കാരമുള്ളവന് അറിവുണ്ടാകുമോ? ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം നിരഹങ്കൃതനായിരിക്കണം. നിരഹങ്കൃതനായിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സുണ്ടായിരിക്കരുത്. അത് അമനസ്കതയാണ്. സിദ്ധാർത്ഥന് മനസ്സുണ്ടായിരുന്നു, അമനസ്കനായി തീർന്നപ്പോൾ ബുദ്ധനായി. അനേക ഗുരുക്കന്മാരെ സമീപിച്ചുകൊണ്ട് അനേക സാധനാമുറകളിൽ ഏർപ്പെട്ടിരുന്ന സിദ്ധാർത്ഥന് മനസ്സുണ്ടായിരുന്നു. ബോധിവൃക്ഷ ചുവട്ടിൽ വന്നിരുന്നപ്പോൾ അമനസ്കനായി, ബൗദ്ധതയുണ്ടായി. ഇതുപോലെ തൻ്റെ സബരിയിൽ ഏർപ്പെട്ടപ്പോൾ, തൻ്റെ ധ്യാന സബരിയിൽ ഏർപ്പെട്ടപ്പോൾ നിരഹങ്കൃതനായി തീരുകയാണ്, അമനസ്കനായി തീരുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബോധം അവിടെ പ്രകാശിക്കും. ബോധം തെളിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ബോധത്തെ മറച്ചു വയ്ക്കത്തക്ക തരത്തിലുള്ളതായ വിഷയമാലിന്യങ്ങൾ നമ്മളിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. അത് ജന്മജന്മാന്തരങ്ങളിൽ എന്ന് പറയുന്നതാണെങ്കിലും ശരി, ജനിതക പ്രക്രിയയിലൂടെ വന്നതാണ് എന്ന് പറയുന്നതായാലും ശരി, ഒന്ന് പുരാതനമായ ഭാഷ, ഒന്ന് ആധുനികമായിട്ടുള്ള ഭാഷ. എന്തായാലും തൻ്റെ ജീനിൽ കൂടിയിരിക്കുന്ന DNA-യിലും RNA-യിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായ ഈ കളങ്കത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല.
അതുകൊണ്ടാണ് ഗുരു ഒരു ഉപദേശം നമുക്ക് തരുന്നുണ്ട്. മുനിജനങ്ങളുണ്ടെങ്കിൽ അവരെ പോയി സേവിക്കുക. അവർ പ്രണവമുണർന്നവരാണ്. അങ്ങനെയുള്ള പ്രണവമുണർന്ന ഗുരുക്കന്മാരെ പോയി സേവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ മാറ്റം ഉണ്ടാവും. ഗുരു ഈ പ്രണവത്തെ തന്നെയാണ് ഉപാസിച്ചത്, അതിന് സംശയമൊന്നും വേണ്ട. കാരണം ഗുരുവിൻ്റെ ഏത് കൃതികളെടുത്താലും അത് ചെന്ന് നിൽക്കുന്നത് പ്രണവരഹസ്യത്തിലാണ്. എൻ്റെ റൂട്ട് എവിടെയാണ്? എല്ലാ വേദങ്ങളും എന്തിനെ പറ്റിയാണോ പറയുന്നത്, എല്ലാ തപസ്സുകളും എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്, യാതൊന്നിനെ ഇച്ഛിച്ചിട്ടാണോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്, ഈ ഓം എന്നതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. നാദാന്തദ്യുതി എന്ന് ഗുരു പറയുന്നില്ലേ? നാദം എന്ന് പറയുന്നത് ഏതാണ്? പ്രണവനാദമാണ്. പ്രണവനാദം ചെന്ന് നിൽക്കുന്ന അനുസാരത്തിലാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി, അകാര ഉകാരം അകാരം, അർദ്ധമാത്ര. അർദ്ധമാത്ര എന്ന് പറയുന്നത് പരയാണ്, ഈശ്വരനാണ്. അതിൻ്റെ ശിഖയാണ് അനുസാരം. അതറിയാമോ? നമ്മൾ സാധാരണ പറയും ചതുർത്ഥം മന്യന്തേ. ഏതൊക്കെയാണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുര്യം. യോഗവിദ്യയിലേക്ക് വരുമ്പോൾ അർദ്ധമാത്ര അനുസാരം. യോഗികളുടെ ഈശ്വരൻ ആരാണ്? ഈ പരയാണ്. അതുകൊണ്ട് പതഞ്ജലി മഹർഷി പറയുന്നു, ഋഷിമാരുടെ ഈശ്വരനായിരിക്കുന്നതായ പൊരുളേത്? അത് പ്രണവമാണ്. ആ പ്രണവത്തെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. പ്രണവത്തെ എങ്ങനെയാണ് ഉപാസിക്കുക? ആരെങ്കിലും ഉപാസിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഉപാസിക്കുന്നത്? നാരായണ ഗുരു ശിവഗിരി മഠത്തിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ അന്തേവാസികളോട് പറയുമായിരുന്നു, ദിവസവും ഓങ്കാരം ജപിക്കണം. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50 എണ്ണം കഴിയുമ്പോഴേക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ ബാഹ്യത്തിൽ നിന്നും വരുന്നതായ ശബ്ദജാലങ്ങൾ നമ്മുടെ കർണപുടങ്ങളിലേക്ക് വരികയില്ല. താൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതായ ഈ മന്ത്രധ്വനി അത് ഉള്ളിൽ അനുസ്യൂതമൊഴുകിക്കൊണ്ടിരിക്കും. ഇത് പക്ഷേ നമ്മൾ സൃഷ്ടിച്ചതാണ്, നമ്മൾ സൃഷ്ടിച്ച ശബ്ദമാണ്. ശ്വാസം ഉള്ളിലേക്കെടുത്തു, നാസികയിലൂടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് വായ തുറന്നു, ആ ഓം. അകാരം ഉകാരം അകാരം സന്നിവേശനം ചെയ്യുമ്പോൾ അത് ഓമായി മാറുകയാണ്. അർദ്ധമാത്ര അനുസാരം മൗനത്തിൽ വന്നു ചേരുന്നു. എന്നാൽ പ്രണവനാദം അനുസ്യൂതമായി നിലകൊള്ളുന്നതാണ്. അതാരും സൃഷ്ടിച്ചതല്ല. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നതായ ആ വേദസ്വരത്തെ ആർക്കും ജപിക്കുവാൻ സാധ്യമല്ല. സാധിക്കുമോ? ജപിക്കണമെങ്കിൽ തുടക്കം വേണ്ടേ? തുടങ്ങിയാൽ അത് അവസാനിക്കണ്ടേ? അപ്പോൾ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ പ്രണവസ്വരം എന്ന് പറയുന്നത്. അത് എറ്റേണലാണ്. അതിന് ആദിയുമില്ല അന്തവുമില്ല. ആദിയും അന്തവും ഇല്ലാത്തതായ പ്രണവനാദത്തെ എങ്ങനെയാണ് ജപിക്കുക? ജപിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? എങ്ങനെയാണ് ഈ സ്വരം ഉണ്ടായത്? അത് പ്രാണാപാന സമീകരണത്തിലൂടെയാണ്. പ്രാണനാണ് നമ്മുടെ ജീവന് ആധാരമായിരിക്കുന്നതായ പൊരുൾ. അത് സദാസമയവും നാസികയിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപാനൻ നാസികയിലൂടെ അകത്തേക്കും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നതായൊരു പ്രോസസ്സ് സദാസമയവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ 21,600 പ്രാവശ്യം ഈ പ്രാണാപാന സമീകരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നതായൊരു ശബ്ദമുണ്ട്. എന്താണെന്നറിയാവോ? അത് സകാരവും ഹകാരവുമാണ്. പ്രാണൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സകാരവും,
അപാനൻ വെളിയിലേക്ക് പോകുമ്പോൾ അത് ഹകാരധ്വനിയോടുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സകാരവും ഹകാരവും ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോഹം സംഭവിക്കും. സോഹത്തെ തിരിക്കായിട്ട് ഉപാസിക്കണം എന്നാണ്. അതാണ് ഹംസം, അതാണ് ഹംസനാദം. ഹംസനാദത്തിൻ്റെ പൊരുൾ എന്താണ്? അത് ഓമാണ്, അത് പ്രണവമാണ്. ആ പ്രണവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് സദാസമയവും കേട്ടുകൊണ്ടിരിക്കുവാൻ കഴിയും, തൻ്റെ ഉള്ളിൽ നിന്നും കേൾക്കുവാൻ കഴിയും. തൻ്റെ ഉള്ളിൽ നിന്നും കേൾക്കത്തക്ക തരത്തിൽ സാധനയെ പുരോഗമിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളതായ പ്രണവനാദം കേൾക്കുക. അത് ജപിക്കാൻ കഴിയില്ല, പക്ഷെ കേൾക്കാൻ കഴിയും. അത് ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്. ഈ ചെവിക്കും ചെവിയായിട്ടിരിക്കുന്ന ഒരു ചെവി ഉള്ളിലുണ്ട്. ശ്രോത്രസ്യ ശ്രോത്രമെന്നാണ്, കാതിനും കാതായിട്ടിരിക്കുന്നത്. ആ കാതുകൊണ്ട് കേൾക്കേണ്ട നാദത്തെ കേൾക്കണം. അതിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗനിയായി തീരും. അതുകൊണ്ടാണ് പ്രണവമുണർന്ന മുനിജനം എന്ന് പറയുവാൻ കാരണം. മുനിജനമാണ്, മൗനിയാണ്. അപ്പോൾ മൗനമുദ്ര ഉപാസിക്കുന്നു. മൗനമുദ്ര എന്ന് പറയുന്നത് ഗേജരിമുദ്രയാണ്. ദർശനമാലയിൽ യോഗ ദർശനത്തിൽ ഗുരു ഗേജരിമുദ്രയെ പറ്റി പറയുന്നു. അപ്പോൾ എവിടെ പോയി കാര്യങ്ങൾ? യോഗസാധനയുടെ ദർശന വേദാന്തം ചോദിച്ചു കഴിഞ്ഞാൽ വേദാന്ത ദർശനമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് അറിവിൻ്റെ ശാസ്ത്രമാണ്. വേദാന്ത ദർശനത്തിൽ പറയുന്നതായ ആനുഭൂതിക ദർശനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനെ പ്രാപിക്കണമെങ്കിൽ മൗനിയായിട്ടിരിക്കണം. മൗനിയായിട്ടിരിക്കണമെങ്കിൽ പ്രാണാപാന സമീകരണം ചെയ്യണം. അപ്പോൾ മൗനിയായി തീരും. എന്തുകൊണ്ടെന്നാൽ പ്രാണനോട് ചേർന്നിരിക്കുന്നതായ മനസ്സ് നിശ്ചലഭാവത്തിലേക്ക് വരുന്നു. അവിടെ മനസ്സില്ലാതായിത്തീരുന്നു, അമനസ്കതയെ സംഭവിക്കുന്നു. ആ അർത്ഥത്തിലാണ് പതഞ്ജലി മഹർഷി പറയുന്നത് യോഗമെന്ന് പറയുന്നത് ചിത്തവൃത്തികളുടെ നിരോധമാണ്. ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളില്ലാതായി തീരണമെങ്കിൽ എന്ത് വേണം? മൗനമുദ്രയെ ഉപാസിക്കണം. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതിൻ്റെയും എണ്ണം കുറയും. ഇപ്പോൾ നമ്മൾ ദ്രുതഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ ദ്രുതഗതിയിലാണ് ശ്വാസോച്ഛ്വാസം ഉണ്ടായിരിക്കൊണ്ടിരുന്നത്. വണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വന്ന് അവിടെ നിന്ന് ഇവിടെ വരെ നടന്ന് ഈ സ്റ്റെപ്പ് കയറി വന്നു. സമയത്തിന് മുമ്പ് എത്തണമെന്നുള്ള ചിലപ്പോഴുള്ള ഒരു അസ്വസ്ഥത, മനസ്സിലിങ്ങനെ ഒരു ധൃതി ഉണ്ടാവും. ഈ ധൃതിയിൽ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും, ബ്രത്ത് റേറ്റ് കൂടുതലായിരിക്കും, എണ്ണം കൂടും. അപ്പോൾ 21,600 എന്ന് പറയുന്നത് 42,000 ഒക്കെ അങ്ങ് പോകും. അവിടെ അസ്വസ്ഥതയാണ്. ഇപ്പോൾ അത്രയില്ല, ഇത്തിരി ശാന്തമാണ്. ഇപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. കണ്ണ് തുറന്നുകൊണ്ടും ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ അകമേ ഇപ്പോൾ ശ്വാസഗതിയുടെ ദൈർഘ്യം ഇത്തിരി കൂടുതലാണ്. ശ്വാസഗതിയുടെ ദൈർഘ്യം കൂടുമ്പോൾ മനസ്സ് ശാന്തമാകും. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ശാന്തമാകുന്നത്. ശ്വാസഗതിയുടെ ദൈർഘ്യം കൂടും. ജാഗ്രതയിലേക്ക് വരുമ്പോൾ ദൈർഘ്യം കുറയും. ഹ്രസ്വമായിട്ടുള്ളതായ ശ്വാസഗതികളായിരിക്കും. ഹ്രസ്വമായിട്ടുള്ള ശ്വാസഗതിയിൽ മനസ്സ് കൂടുതൽ പ്രകടഭാവം കൈവരിക്കും. മനസ്സ് പ്രകടഭാവം കൈവരിച്ചു കഴിഞ്ഞാൽ അശാന്തി ഉണ്ടാവും. കാരണം നല്ലതൊന്നും മനസ്സിൽ വരില്ലല്ലോ. ഇന്നലത്തെ ഓർമ്മകളും നാളെ വരാൻ പോകുന്ന വിഷയങ്ങളും ആകുലതകളും എല്ലാം കൊണ്ട് നിറഞ്ഞ് അസ്വസ്ഥമായിരിക്കുന്നതായ മനസ്സെന്ന് പറയുന്നത് അസ്വസ്ഥമാണല്ലോ. അസ്വസ്ഥത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ജനിക്കും. അപ്പോൾ സ്വസ്ഥമായിരിക്കുന്നതായ ഒരു നിലയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശാന്തമായിരിക്കുക എന്നുള്ളതാണ്. മനസ്സ് ശാന്തമാവുക എന്ന് പറയുന്നത് സാധനയിലൂടെ അതിൻ്റേതായ ഒരു സാധനാക്രമത്തിലേക്ക് വരുമ്പോഴാണ്. നാരായണ ഗുരുവിൻ്റെ ദർശനമാല എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗുരു ഇതിനെപ്പറ്റി പറയുന്നു. മറ്റു പല സ്ഥലങ്ങളിലും പ്രണവത്തെപ്പറ്റി പറയുന്നു. ധ്വനിമയമായ ഗഗനം ജ്വലിക്കുമെന്നാൾ അണയുമതെങ്കില ശേഷദൃശ്യജാലം. ധ്വനിമയമായ ഗഗനം ജ്വലിക്കുമെന്നാൽ ആ ധ്വനി ഏത് ധ്വനിയാണ്? അത് പ്രണവധ്വനിയാണ്. അങ്ങനെയുള്ളതായ പ്രണവധ്വനിയിലേക്ക് വരത്തക്ക തരത്തിലുള്ളതായ സാധനക്രമം ഏത്? ഒരു യോഗ സാധ്യത ഇവിടെ ഇരിക്കുന്നു. വളരെ ലളിതമാണ്, വളരെ സുഖമാണ്. രാവിലെയും വൈകുന്നേരവും ഒന്ന് സ്വസ്ഥമായിട്ട് മാറിയിരുന്നിട്ട് നിങ്ങളുടെ നാസികയിലൂടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതായ ആ ഗതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അത് നിങ്ങളുടെ ജീവൻ്റെ ഘോഷണമാണ്. സത്യാന്വേഷണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? പുസ്തകത്തിൽ നിന്നല്ല, മറ്റുള്ള ആളുകളിൽ നിന്നല്ല, തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തൻ്റെ ആ സത്യാന്വേഷണം ആരംഭിക്കുന്നത്. താൻ ആരാ എന്ന് ചോദിച്ചുകൊണ്ടല്ലേ ഇതിനകത്ത് പുറപ്പെടുന്നത്. കോഹം, ഞാൻ ആരാണ്? അപ്പോഴാണ് തന്നിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നത്. തന്നിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് ഉള്ളടക്കി വയ്ക്കണം. തൽക്കാലം വെളിയിലേക്കൊന്ന് വിടാതിരിക്കണം. ഇന്ദ്രിയങ്ങൾ മുഴുവനും വെളിയിലേക്ക് വിടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരല്പം ഒന്ന് ഇങ്ങനെ ശാന്തമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും നാസികയിലൂടെ ഒഴുകുന്നതായ ഈ പ്രാണൻ്റെ സ്പർശം നമ്മൾ അറിയാൻ തുടങ്ങും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അല്പസമയം ഒന്ന് മാറിയിരുന്നാൽ മതി. മാറിയിരുന്നിട്ട് ശ്വാസഗതിയെ ശ്രദ്ധിക്കുക. ആ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ദൈർഘ്യത വർദ്ധിക്കുന്നു. ദൈർഘ്യത വർദ്ധിക്കുമ്പോൾ സുഖമുണ്ടാകുന്നു. ആ സുഖത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ച് അത് സൂക്ഷ്മമാകുന്നു. മൂക്കിലൂടെ ഒഴുകുന്നതായ ശ്വാസഗതി സൂക്ഷ്മമാകുന്നു. സൂക്ഷ്മമായി അത് നിശ്ചലമായി തീരുന്നു. നിശ്ചലമായി ശ്വാസഗതി പൂർണ്ണമായും അവിടെ നിരോധിക്കപ്പെടുന്നു. മൂക്കിലൂടെയുള്ളതായ ശ്വാസഗതി പൂർണ്ണമായും അറ്റുപോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, മരിച്ചു പോകില്ലേ? മരിച്ചു പോകില്ല. അതാണ് സമാധി. മരണമല്ല സമാധി. പ്രാണൻ വെളിയിൽ പോകുന്നതാണ് മരണം. പ്രാണൻ വെളിയിൽ പോകാതെ ഉള്ളിലടങ്ങണം. അത് സമാധിയാണ്. അങ്ങനെയുള്ള യോഗികൾ സ്വച്ഛന്ത മൃത്യുവാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ദേഹത്തെ പറഞ്ഞു വിടാം. ദേഹം പോകണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അല്ല, ഇതൊക്കെ മിസ്റ്റിക്കൽ സ്പെല്ലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാരായണ ഗുരു അവശനിലയിലിരിക്കുമ്പോഴും രോഗങ്ങളെ കൊണ്ട് അവശനിലയിലിരിക്കുന്നു. ശരീരത്തിനാണ് രോഗം, നാരായണ ഗുരുവിനല്ല രോഗം ഉണ്ടായിരുന്നത്. അപ്പോൾ 10-12 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി രോഗബാധിതയായി നടക്കാൻ വയ്യാതെ പിച്ചും പെയ്യും പറയുന്നൊരവസ്ഥ. അപ്പോൾ എന്തോ പ്രേതബാധയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഗുരുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗുരു ചോദിക്കുന്നു, നാം പറഞ്ഞാൽ അസുഖം മാറുമോ? മാറും. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. മാറും. ഗുരു പറഞ്ഞാൽ മാറും. എങ്കിൽ ആ മോളെ ഗുരു കൈകാട്ടി വിളിച്ചും കൂടെ നടന്നു വരൂ. തളർന്നു കിടന്ന കുട്ടി നടന്ന് ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അതെങ്ങനെ സാധിക്കുന്നത്? അത് ഹംസയോഗികളാണ്. മാനാപമാന സമമാനസ രാജഹംസൻ എന്ന് ഗുരു പറയുന്നില്ലേ? ഗുരു വെറുതെ അല്ല ഈ ഹംസം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പാല് മാത്രം സക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതായ ഹംസം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് വായുവിൽ അതിസൂക്ഷ്മമായി നിഹിതമായിരിക്കുന്നതായ പ്രാണനെ സക്ക് ചെയ്യാൻ കഴിയുക, കുടിക്കാൻ കഴിയുക. ഇതെന്ന് പറയുന്ന സ്ട്രോയാണ്. നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ എടുക്കുന്നില്ലേ? ഈ സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്നതായ ജീവരസത്തെ പാനം ചെയ്യുവാൻ കഴിയണം. ഇങ്ങനെ നടക്കുകയല്ല വേണ്ടത്. ഇത് മരണലക്ഷണമാണ്. വിഷയമെന്ന് പറയുന്നത് വിഷമാണ്. വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വിഷം കുടിച്ച പോലെയുള്ള അനുഭവം ഉണ്ടാവും. വെപ്രാളപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? വിഷയങ്ങളിൽ വ്യാപരിച്ച് അവസാനം എന്ത് സംഭവിക്കുന്നു? ആത്മഹത്യയിലേക്ക് പോകുന്നു. മറിച്ച് വിഷയങ്ങളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ അമൃതാവസ്ഥയിലേക്ക് പോരുന്നു. ഏതാ വേണ്ടേ? ഇപ്പം തൻ്റെ ഉള്ളിൽ നിന്നും വിഷയമാവുന്ന വിഷയങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ പ്രാണനെ കൊണ്ട് സേചനം ചെയ്യണം തൻ്റെ അന്തരംഗം. കുളിച്ചു കഴിഞ്ഞാൽ പുറത്തെ തൊലിപ്പുറത്തുള്ള അഴുക്കുകളെ പോവുകയുള്ളൂ. അന്ധക്കരണങ്ങളിലുള്ളതായ അഴുക്കുകൾ പോവുകയില്ല. അതുകൊണ്ട് 60 വയസ്സാകുമ്പോൾ ശാന്തനായിരിക്കേണ്ട വ്യക്തി 60 വയസ്സാകുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് അധികം നാളില്ല,
എന്താ കാരണം? ഒരു മാസം ധ്യാനിച്ചാൽ മതി, നിങ്ങൾ എറ്റേണലാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ ചിരിക്കാൻ തുടങ്ങും, സന്തോഷിക്കാൻ തുടങ്ങും, നൃത്തം ചെയ്യാൻ തുടങ്ങും, പാട്ട് പാടാൻ തുടങ്ങും.